ഋഷികേശ് ഇന്ത്യയുടെ തന്നെ യോഗ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നഗരമാണ്. ആത്മീയപരമായിട്ടും വിനോദപരമായിട്ടും ഒരിക്കൽ നമ്മൾ സന്ദർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ നഗരം കൂടിയാണ് ഋഷികേശ്. ഇവിടെ ആത്മീയമായിട്ട് വരുന്നവർക്കാണെങ്കിലും വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്നവർക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ആത്മീയപരമായിട്ടും ചരിത്രപരമായിട്ടും നോക്കുകയാണെങ്കിൽ അതിലാദ്യത്തേതാണ് നമ്മുടെ രാംജൂല. രാമായണത്തിൽ വനവാസകാലത്ത് ശ്രീരാമൻ ഈ ഒരു പാലം ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. വർഷാവർഷം ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. പുണ്യനദിയായിട്ടുള്ള ഗംഗാനദിക്ക് കുറുകെയാണ് രാംജൂല സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരത്തിന് മാത്രമായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർക്കായിട്ട് റാഫ്റ്റിംഗ്, ബംഗി ജംപ് മുതലായിട്ടുള്ള കായിക വിനോദങ്ങളും ഉണ്ട്. രാംജൂലയിലെ ഇരുവശങ്ങളിലായിട്ടുള്ള കടകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. രാംജൂലയിലേക്ക് പോകുന്ന ടൈമിലാണ് നമുക്ക് ഈ കടകൾ കാണാനായിട്ട് സാധിക്കുക. കടകൾ മാത്രമല്ല, റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വഴിയോര കച്ചവടക്കാരും ഇവിടെ സുലഭമായിട്ടുണ്ട് കേട്ടോ. പഴങ്ങളും പച്ചക്കറികളും വരെ ഇവിടെ ഇവർ വിൽക്കുന്നുണ്ട്. ഹിമാലയത്തിലെ ഹെമ്പ് ചെടി ഉപയോഗിച്ച് നിർമ്മിച്ച ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. പല രൂപത്തിലും നിറത്തിലും നമുക്കിവ ലഭിക്കും. കൂടാതെ നമ്മുടെ വാൾ ഡെക്കേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളും ഇവിടെയുണ്ട്. പിന്നെ പലതരത്തിലുള്ള കല്ലുകളും മുത്തുകളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ആകർഷിക്കപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ പ്രൊഡക്ട്സും ഇവിടെ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഇവയൊക്കെ കിട്ടുമെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന ശ്രീനഗറിൽ ഇത് കിട്ടാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ഹാൻഡ് മെയ്ഡായിട്ട് നിർമ്മിച്ച ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമുക്ക് കൗതുകവും ഒപ്പം വാങ്ങാൻ ഒരുപാട് താല്പര്യം തോന്നുന്ന ഐറ്റംസും ആയിരുന്നു അവയെല്ലാം. പഴക്കച്ചവടക്കാർ എല്ലാ കാലത്തും ഋഷികേശിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ പേരയ്ക്കായിരുന്നു ഇത്തവണത്തെ സ്പെഷ്യൽ. കൂടാതെ മുത്തുകൾ കൊണ്ടുള്ള മാലകളും ശംഖുകൾ കൊണ്ടിട്ടുള്ള കൈവളകളും എല്ലാം ഇവിടുത്തെ പ്രത്യേകതകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇവയൊക്കെ കൂടാതെ ചില വിശേഷപ്പെട്ട മുത്തുകൾ കൊണ്ടുള്ള മാലകളുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് നമ്മുടെ രാംജൂലയ്ക്ക് ഇരുവശവും ഉള്ളത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിൻ്റർ ക്ലോത്ത്സും ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എലന്തപ്പഴം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എലന്തപ്പഴമൊക്കെ ഇവിടെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഋഷികേശ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ഗംഗാ ആരതി. ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരാൾ ഗംഗാരതി കണ്ടിരിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം കണ്ടാലും മതിവരാത്തൊരു കാഴ്ച തന്നെയാണത്. ഓരോ പ്രാവശ്യവും പുതിയതായി തോന്നുന്ന എന്തോ ഒന്ന് അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇരുപത് മിനിറ്റ് വരെയൊക്കെയാണ് ഗംഗാരതി നീണ്ടു നിൽക്കുക. തണുപ്പത്തും ഇത് കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഗംഗാനദിയിലേക്ക് ഒഴുക്കാനായിട്ട് ദീപവും വാങ്ങി.
കഴിഞ്ഞ തവണ ഋഷികേശിൽ വന്നപ്പോഴും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പക്ഷേ പകലായിരുന്നു, ഇത്രയും രാത്രി ആയിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ ഒരുപാട് ദീപങ്ങൾ ആ നദിയിലൂടെ അങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഗംഗാരതിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് റൂമിലേക്ക് പോയത്. നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ.